ഒന്ന് ഡോക്ടർ ബി അശോക്. എനിക്ക് അദ്ദേഹത്തുമായിട്ട് നല്ല പരിചയമുണ്ട്. കാരണം അദ്ദേഹം ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ CMD എന്ന് പറഞ്ഞ എനിക്ക് അദ്ദേഹമായിട്ട് നല്ല ഗുസ്തി ഉണ്ടായൊരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് നന്നായിട്ട് അറിയാം. യാതൊരു രാഷ്ട്രീയവും വികസനത്തിന് ആവശ്യമില്ല എന്നാണല്ലോ അദ്ദേഹം പറയുന്നത്. വികസനം സ്വാഭാവികമായിട്ടുണ്ടാവും, ആർക്ക് വേണമെങ്കിലും വികസനം നടത്താം, അതിന് രാഷ്ട്രീയമായ ഇടപെടലൊന്നും ആവശ്യമില്ല എന്നതാണ് അദ്ദേഹം പറയുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം. ഈ പറയുന്ന പോലെ സർവ്വതന്ത്ര സ്വതന്ത്രമായി യാതൊരു നിയന്ത്രണങ്ങളും ഇല്ലാത്ത ലോകം, അത്തരം ലോകത്തെക്കുറിച്ചാണ് അയാൾ കാണുന്നത്. എന്നാൽ അദ്ദേഹം ആഗ്രഹിക്കുന്ന ഈ സ്വാതന്ത്ര്യം ഒരു ബ്യൂറോക്രാറ്റ് എന്ന നിലയ്ക്ക് എന്തും ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്, അല്ലാതെ സാധാരണ മനുഷ്യന്മാർക്ക് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സ്വാതന്ത്ര്യമല്ല. ഇപ്പം ഇലക്ട്രിസിറ്റി ബോർഡിൽ അദ്ദേഹം ചെയർമാനായി വന്നിട്ട് 2200 ഇലക്ട്രിക് വെഹിക്കിൾ വാങ്ങാൻ തീരുമാനിച്ചത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു? അതിനകത്ത് എന്തെങ്കിലും കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ബോർഡിന് എന്തെങ്കിലും ലാഭം ഉണ്ടാകും എന്ന് കണ്ടതിൻ്റെ ഭാഗമായിട്ടാണ്? അല്ലല്ലോ. അദ്ദേഹത്തിന് ടാറ്റ കൊടുത്തിട്ടുള്ള കമ്മീഷൻ്റെ അടിസ്ഥാനത്തിലല്ലേ? ടാറ്റ ഹാരിയറിൻ്റെ ഒരു കാറ് അദ്ദേഹത്തിൻ്റെ ഡ്രൈവറുടെ പേരിൽ എന്ന രൂപത്തിൽ സമ്മാനമായി വാങ്ങിക്കൊണ്ട് 2200 കാറിന് ഒരൊറ്റ കാറൊന്നും അല്ല, ഒന്നാം ഘട്ടത്തിൽ 10-65 കാറിനായിരിക്കും ഈ സമ്മാനം കിട്ടിയിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ നിലയിൽ കമ്മീഷൻ വാങ്ങിയിട്ട് പ്രവർത്തിച്ചൊരു മനുഷ്യനല്ലേ അദ്ദേഹം. ബോർഡിലെ ജീവനക്കാർക്ക് മുഴുവൻ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം യൂണിഫോം കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. കുൺസൈറ്റ് എന്ന് പറയുന്നത് നമ്മളൊന്നും അതുവരെ കേട്ടിട്ടില്ലാത്തൊരു കളറാണ് കുൺസൈറ്റ്. ആ കളറിലുള്ള യൂണിഫോം എല്ലാ ജീവനക്കാർക്കും കൊടുക്കുക, അത് ബോർഡ് തന്നെ വാങ്ങി കൊടുക്കുക. ബോർഡിൽ നേരത്തെ യൂണിഫോം ഉണ്ട്. ഇപ്പം ഫീൽഡിൽ പണിയെടുക്കുന്ന ലൈൻമാൻമാർ, വർക്കർമാർ തുടങ്ങിയ ആളുകൾക്കൊക്കെ യൂണിഫോം ഉണ്ട്, അല്ലാത്ത ജീവനക്കാർക്ക് യൂണിഫോം ഇല്ല. പക്ഷേ എല്ലാവർക്കും ഒറ്റ യൂണിഫോം. ഇത് സേലത്ത് ഏതോ കമ്പനിയിൽ കെട്ടിക്കിടന്ന ടീഷർട്ടുകൾ, അന്ന് ടീഷർട്ടിന് ഒരു കിലോ ടീഷർട്ടിന് 97 രൂപ 98 രൂപയൊക്കെ വിലയ്ക്ക് തൂക്കി വിറ്റുകൊണ്ടിരിക്കുന്ന കാലത്ത് ഒരു ടീഷർട്ട് 250 രൂപ വിലയ്ക്ക് കച്ചവടമാക്കിയിട്ട് അതിന് ടെൻഡർ വിളിച്ചിട്ട് തീരുമാനമാക്കിയൊന്നുമല്ല. ഈ കൊൺസൈറ്റ്, ഈ പറയുന്ന പോലെ ഈ കൊൺസൈറ്റ് കളറിലുള്ള ഇന്ന രൂപത്തിലുള്ള ടീഷർട്ട് എന്ന് പറയുമ്പോൾ അത് സ്റ്റോക്കുള്ളവനല്ലേ തരാൻ പറ്റൂ. അത്തരത്തിൽ ചില കച്ചവടങ്ങൾ നടത്താൻ അദ്ദേഹം ശ്രമിച്ചതല്ലേ. ആ കച്ചവടം പൊളിഞ്ഞത്, അത് നടത്താൻ കഴിയാതിരുന്നത് അവിടുത്തെ സംഘടനകൾ ശക്തമായി എതിർത്തുകൊണ്ടല്ലേ. ആ സംഘടനകൾ എതിർത്തത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമാണ്. കാരണം എന്താ? അദ്ദേഹത്തിന് ഉദ്ദേശിച്ച കാര്യം നടത്താൻ കഴിയാത്ത രൂപത്തിലുള്ള രാഷ്ട്രീയ ഇടപെടൽ അവിടെ ഉണ്ടായി എന്നതാണ് അദ്ദേഹം കാണുന്നത്. ശരി, സ്വാതന്ത്ര്യമാണ് വേണ്ടതെന്നാണല്ലോ അദ്ദേഹം പറയുന്നത്. മാതൃഭൂമി ചാനലിൽ 2022 മാർച്ച് മാസം 28-29 തീയതികൾ നടന്ന ദേശീയ പണിമുടക്ക് സംബന്ധിച്ചൊരു ചർച്ചയിൽ പങ്കെടുത്തതിനാണല്ലോ അദ്ദേഹം എനിക്ക് മെമ്മോ ഓഫ് ചാർജസ് എൻ്റെ പേരിൽ നടപടിയെടുക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. ഒരു ഘടകം, ഒരു ചാനലിൽ ഒരു സംഘടനയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്കാണ്, അല്ലാണ്ട് വ്യക്തിപരമായിട്ടല്ല. KCB ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ആ സംഘടനയും കൂടി പിന്തുണയ്ക്കുന്ന ഒരു പ്രക്ഷോഭത്തിന് വിശദീകരിക്കാൻ വേണ്ടി ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തതിന് മെമ്മോ ഓഫ് ചാർജ് തന്ന വ്യക്തി ഇപ്പോൾ പറയുകയാണ് ഏത് ഉദ്യോഗസ്ഥനാണ്, ഉദ്യോഗസ്ഥന്മാർക്ക് സ്വാതന്ത്ര്യം വേണം, എന്തും പറയാൻ പറ്റണം. എന്താ പറയുന്നത്? മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ച വർത്തമാനം പറയുന്നത്, അല്ലാതെ അദ്ദേഹം വർത്തമാനം പറയുന്നത് ഏതെങ്കിലും ഒരു നയത്തെ വിമർശിക്കുകയല്ല, വ്യക്തിപരമായി അധിക്ഷേപങ്ങൾ ചെയ്യുകയാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ നിലപാടുകൾ മുഴുവൻ ഇരട്ടത്താപ്പാണ്. എന്തിന്? ബോർഡിൽ മാത്രമല്ലല്ലോ, ബോർഡിന് പുറത്തു പോയിട്ടും അദ്ദേഹം തുറന്ന ഇതേ സമീപനം തന്നെയല്ലേ. അദ്ദേഹം വെയർഹൗസിംഗ് കോർപ്പറേഷൻ MDക്ക് കൃഷി വകുപ്പിൻ്റെ സെക്രട്ടറിയായി ചാർജ് എടുത്ത ഉടൻ തന്നെ ഒരു ഡയറക്ഷൻ കൊടുക്കുകയാണ്. ഡയറക്ഷൻ എന്താ? കൃഷി വകുപ്പ് സെക്രട്ടറിയുടെ ഓഫീസിലേക്ക് ഒരു കാറ് ഉടൻ തന്നെ വാടകയ്ക്ക് വാങ്ങിയെത്തിക്കണം എന്നാണ്. വാടകയ്ക്ക് എത്തിക്കണം. വെയർഹൗസിംഗ് കോർപ്പറേഷൻ MD അതിന് ഒരു കാറ് വാടകയ്ക്ക് എടുക്കണമെങ്കിൽ അതിനൊരു നടപടി പൂർത്തിയാക്കി വാടകയ്ക്ക് കൊടുക്കല്ലേ വേണ്ടത്. അതിനാവശ്യമായ കൊട്ടേഷൻസ്, 3 കൊട്ടേഷൻസ് ആര് സംഘടിപ്പിക്കുന്നു? ഈ വി അശോക് തന്നെ കളക്ട് ചെയ്യുന്നു. നമ്മുടെ കൃഷി വകുപ്പിൻ്റെ സെക്രട്ടറിൻ്റെ പണിയാണേ ഏത് വെയർഹൗസിംഗ് കോർപ്പറേഷനിലെ ഒരു ടെൻഡറിൽ ആവശ്യമായ കൊട്ടേഷൻ സംഘടിപ്പിക്കൽ. 3 കൊട്ടേഷൻ അദ്ദേഹം സംഘടിപ്പിക്കുന്നു. ആ സംഘടിപ്പിച്ച കൊട്ടേഷൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ മെയിലിൽ വെയർഹൗസിംഗ് കോർപ്പറേഷൻ MDക്ക് അയച്ചു കൊടുക്കുന്നു. എന്നിട്ട് അതിൻ്റെ അകത്തെ ലോവസ്റ്റ് ആയിട്ടുള്ള ആൾ, ലോവസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇയാൾ തന്നെ എഴുതി തയ്യാറാക്കിയ കൊട്ടേഷൻ ആണല്ലോ, അതിൻ്റെ ലോവസ്റ്റ് ആൾക്ക് കരാർ കൊടുക്കണം എന്ന് ഓഗസ്റ്റ് 1-ാം തീയതി ഡേറ്റ് വെച്ച് വിത്ത് എഫക്റ്റ് വെച്ച് കരാർ കൊടുക്കണം എന്ന് നിർദ്ദേശിക്കുന്നു. ഓഗസ്റ്റ് 1-ാം തീയതി ഡേറ്റ് വെച്ച് കരാർ കൊടുക്കുന്നു. അന്ന് മുതൽ അതിന് വാടകയ്ക്ക് വണ്ടിക്കുള്ള വാടകയും കൊടുത്തിട്ടുണ്ടാവണം. അത് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ജൂലൈ 20-ാം തീയതി ഡേറ്റിലാണ് കൊട്ടേഷൻ കിട്ടുന്നത്. ജൂലൈ 20-ാം തീയതി ഡേറ്റിൽ ലോവസ്റ്റ് കൊട്ടേഷൻ കിട്ടിയ വണ്ടി രജിസ്റ്റർ ചെയ്യുന്നത് ഓഗസ്റ്റ് 4-ാം തീയതിയാണ്.
അതായത് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് അദ്ദേഹം അയച്ചു കൊടുത്ത കൊട്ടേഷനിലെ ഡേറ്റിൽ അങ്ങനെ ഒരു വണ്ടി ഇല്ല. ഒരു വണ്ടി രജിസ്റ്റർ ചെയ്യുന്ന ഓഗസ്റ്റ് 4-ാം തീയതി രജിസ്റ്റർ ചെയ്യുന്ന ഒരു വണ്ടിക്ക് ജൂലൈ 20-ന് കൊട്ടേഷൻ കൊടുക്കാൻ ആർക്കും പറ്റില്ലല്ലോ. അപ്പോൾ ആ കൊട്ടേഷൻ എവിടെ നിന്നുണ്ടായതാ? ഫാബ്രിക്കേറ്റ് ചെയ്ത കൊട്ടേഷൻ അല്ലേ? അദ്ദേഹം ഈ പറഞ്ഞ പോലെ വികസനം എന്ന് പറയുന്ന സാധനത്തിന് രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ് കൊടുക്കേണ്ടതെന്നാണല്ലോ അദ്ദേഹം പറയുന്നതിന് അർത്ഥം. ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് എനിക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞാൽ എനിക്ക് സൗകര്യം പോലെ എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം വേണമെന്നാണ്. കേരളം പോലൊരു സംസ്ഥാനത്ത് അത് സാധിക്കില്ല. വികസനത്തിൻ്റെ നയം തീരുമാനിക്കുന്നത് അതിനൊരു രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. വികസനം എന്ന് പറയുന്നത് ഈ സാമ്പത്തിക വളർച്ച മാത്രമല്ല. വികസനം ഉണ്ടാകുന്ന സാമ്പത്തിക വളർച്ച സമൂഹത്തിലെ സാധാരണ മനുഷ്യന്മാരുടെ ജീവിതത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. വികസനം ഇപ്പം നാഷണൽ ഹൈവേ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ജലപാത ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ മലയോര ഹൈവേ ഉണ്ടാക്കുന്നു, വിമാനത്താവളം ഉണ്ടാക്കുന്നു എന്നതൊക്കെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് കർഷക തൊഴിലാളി പെൻഷൻ കൊടുക്കുന്നതും, അതുപോലെ തന്നെ സ്ത്രീകളുടെ പെൻഷൻ ഏർപ്പെടുത്തുന്നതും, നാട്ടിലെ അംഗനവാടികൾ മെച്ചപ്പെടുത്തുന്നതും, ആശുപത്രികൾ മെച്ചപ്പെടുത്തുന്നതും, സ്കൂളുകൾ മെച്ചപ്പെടുത്തുന്നതും ഒക്കെ ഇതൊക്കെ കൂടി ചേർന്ന അതാണ് വികസനം. സാധാരണ മനുഷ്യന്മാരുടെ ജീവിതത്തിന് എങ്ങനെയാണ് ഇത് ഗുണകരമാകുക എന്നതാണ്. അപ്പം പദ്ധതികൾ എന്തെങ്കിലുമൊക്കെ കുറേ നടപ്പാക്കുക എന്നതല്ല, അതുകൊണ്ട് സാധാരണ മനുഷ്യന്മാരുടെ ജീവിതത്തിന് എന്ത് നേട്ടം ഉണ്ടാകുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ നിലയ്ക്ക് വികസന പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കൃത്യമായ രാഷ്ട്രീയ ബോധ്യത്തോടു കൂടി തന്നെ ഉള്ള ഇടപെടൽ ഉണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല വികസനം. രാഷ്ട്രീയ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപ്പാക്കേണ്ട ബോധപൂർവമായ ഇടപെടലുകളാണ് വികസനം നിശ്ചയിക്കുന്നത്. അതേ സാമൂഹ്യ വികസനം സാധ്യമാക്കൂ. അപ്പോൾ GDPയിലെ ഗ്രോത്ത് അല്ലല്ലോ, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിലെ ഗ്രോത്ത് ആണല്ലോ നമുക്ക് പ്രധാനപ്പെട്ടത്. മനുഷ്യൻ്റെ ഹാപ്പിനെസ് ഇൻഡെക്സ് വർദ്ധിക്കാൻ കഴിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ടത്. ശരിയാണ്, മനുഷ്യരുടെ സ്വാതന്ത്ര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു ഡെഫിനിഷൻ ഉണ്ട്. എൻ്റെ മുക്കും തുമ്പ് വരെ മാത്രമേ നിങ്ങളെ സ്വാതന്ത്ര്യം നിൽക്കുന്നുള്ളൂ എന്നതും കൂടി കാണണം. സർവതന്ത്ര സ്വതന്ത്രമായി എല്ലാവരുടെയും മേലെ ബുൾഡോസർ കയറ്റിക്കൊണ്ട് സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ചില ബ്യൂറോക്രാറ്റുകളുണ്ട്. ആ ഗണത്തിൽപ്പെടുന്ന ആളാണ് ഡോക്ടർ B. അശോകൻ.